കാറ്റത്ത് കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കിളിക്കൂടിൽ എല്ലാവരും ഒരുമിച്ച് ബീച്ചിലേക്ക് പോവാൻ റെഡിയാവുകയാ. അച്ഛനവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ബീച്ചിലേക്ക് കൊണ്ടുപോവാൻ ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്തു വെക്കുക സുഭാഷ് ഏട്ടൻ. അങ്ങോട്ടെത്തുന്ന സുധീഷ് അത് കണ്ട് ഓഹോ പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ, കുടിവെള്ളമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, പഴമുണ്ട്, ബ്രെഡ് ഉണ്ട് എന്നൊക്കെ അത് നോക്കി പറഞ്ഞ് എന്റെ സുഭാഷ് ഏട്ടാ ഒന്ന് ബീച്ച് വരെ പോയി വരാനാണോ ഈ സാധനങ്ങളൊക്കെ എന്നവൻ ചോദിക്കുക. ഇരിക്കട്ടടാ ചിലപ്പോ വിശന്നാലോ എന്ന് സുഭാഷ് ഏട്ടനും. ഓ പിന്നെ അവിടെ ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടൂലല്ലോ എന്നവൻ പറയേ എല്ലാം കിട്ടും, പക്ഷേ കാശ് കൊടുക്കണ്ടേ, ഇവിടെ ഇതിരിക്കുമ്പോ എന്തിനാ പുറത്തുനിന്ന് വാങ്ങണേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അവൻ ആ കവറിലേക്ക് നോക്കി ശരി അതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എന്തിനാ എന്ന് ചോദിക്കേ. അവിടെ പോയി നിധിക്ക് മണലിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത് കേൾക്കെ ഓഹോ നിധിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് സുധീഷും. അപ്പോഴാണ് ഉമ്മറത്തിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛന്റെ പാട്ടവർ ശ്രദ്ധിക്കുന്നത്. അച്ഛന്റെ ആ താളബോധം ചേട്ടനാ കിട്ടിയിരിക്കുന്നത് എന്ന് സുധീഷ് പറയേ അച്ഛന്റെ വെള്ളമടി നിനക്കുമെന്ന് സുഭാഷും. അപ്പോഴാണ് അങ്ങോട്ടെത്തുന്ന നിധി അച്ഛൻ വരുന്നില്ലെന്ന് ചോദിക്കുന്നത്. അങ്ങേരോ നല്ല കാര്യമായി, അങ്ങേരൊന്നും വേണ്ട അത് ശരിയാവില്ലെന്ന് സുധീഷും. അച്ഛനും കൂടി കൂട്ടാന്നേ എന്ന് നിധി പറയേ. എന്തിന്, അതൊന്നും വേണ്ട എന്ന് സുധീഷ് പറയേ. നമ്മൾ ഏതായാലും കുടുംബമായിട്ടല്ലേ പോകുന്നത്, എന്തിനാ ഒരാളെ ഒഴിവാക്കുന്നേ, അച്ഛനെയും കൂടി കൊണ്ടുപോവാമെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. അല്ല മോളെ അച്ഛൻ വിളിച്ചാലൊന്നും വരാൻ പോകുന്നില്ല, ഇനി അഥവാ വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതാ എന്ന് സുഭാഷ് പറയേ. അതെ അതുകൊണ്ടാ വേണ്ട എന്ന് സുധീഷും. അങ്ങോട്ടെത്തുന്ന നികേഷും ഒരു ഈവനിങ് സന്തോഷിക്കാനാ പോകുന്നതെങ്കിൽ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്, അതല്ല എന്തെങ്കിലും വള്ളി പിടിക്കണമെന്നാണെങ്കിൽ ആളിനേക്കാൾ ബെസ്റ്റ് ചോയ്സ് വേറെ ഇല്ലെന്ന് അവനും പറയുകയാ. അത് കേൾക്കേ നിധിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നികേഷേ, അത് കരുതി നമ്മൾ ആളെ ഒഴിവാക്കുന്നതാണ് പ്രശ്നം. വീട്ടിലൊരാളെ പോലെ അച്ഛനെയും പരിഗണിക്കുന്നുണ്ടെന്ന് അച്ഛന് തോന്നിയാ പിന്നെ പുള്ളി ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കൂടെ വന്നോട്ടെന്നേ, നമുക്ക് വിളിച്ചു നോക്കാം, പുള്ളിയായിട്ട് വന്നില്ലെങ്കിൽ വേണ്ട എന്താ എന്നവൾ ചോദിക്കെ. സുഭാഷ് അതിന് സമ്മതിക്കുകയാ. എന്ന് ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ നിധിയും സന്തോഷത്തോടുകൂടി ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. സുധീഷും ആകെ വെപ്രാളത്തോടെ ഓ തുലച്ച് സുഭാഷ് ഏട്ടാ അവള് ചെന്ന് വിളിച്ച അങ്ങേര് ഉറപ്പായിട്ടും വരുമെന്നേ. ഇല്ല അങ്ങനൊന്നും വരാൻ പോകുന്നില്ലെന്ന് സുഭാഷ് ഏട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട്. നിധി അങ്ങോട്ട് ചെന്ന് ഒന്ന് ചുമയ്ക്കുമ്പോഴേക്കും എന്താ മോളെ തൊണ്ടയിൽ കിച്ചിക്കിച്ച, രാവിലെ ആ ഓട്ടോക്കാരനോട് നന്നായിട്ട് ഉടക്കിയതല്ലേ അതിന്റെ ആവുമെന്ന് പറയുന്നുണ്ട്. അകത്ത് ഞങ്ങളൊരു കാര്യം സംസാരിക്കായിരുന്നു, അച്ഛൻ കേട്ടായിരുന്നോ എന്നവൾ ചോദിക്കേ. ഓ ഞാൻ എങ്ങനെ കേൾക്കാനാന്ന് അച്ഛനും, അതെങ്ങനെയാ ഇവിടെ ഭയങ്കര പാട്ടല്ലേ എന്നവൾ ചോദിക്കേ. അത് നല്ലതല്ലേ, എന്നെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും അത് ഞാൻ കേൾക്കില്ലല്ലോ എന്നച്ഛൻ പറയേ. ഓഹോ ഈ തല്ലിപ്പൊളി പാട്ടുകളുടെ രഹസ്യം അതല്ലേ എന്ന് നിധിയും ചോദിക്കുക. തല്ലിപ്പൊളി പാട്ടോ, ഞാൻ പാടുന്നതോ? ദേ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ഭാസ്കരൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി ബീച്ചിൽ പോവുക, വരുന്നുണ്ടോ എന്ന് നിധി ചോദിക്കേ. എന്നെയാണോ വിളിച്ചത് എന്ന് അമ്പരപ്പോടെ ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൾ പറയേ. ലോറി ഡ്രൈവർ കിളിക്കൂട്ടിൽ ഭാസ്കരൻ എന്ന എന്നെ എന്നച്ഛൻ വീണ്ടും ചോദിക്കേ. ഡ്രാമ കളിക്കാതെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെന്ന് പറ എന്ന് നിധിയും. എന്നെ വിളിക്കുന്ന വിവരം അകത്തിരിക്കുന്ന ആ സൈത്താമാർക്ക് അറിയോ എന്ന് അച്ഛൻ ചോദിക്കേ. നിങ്ങളോളം വലിയ സൈത്താമാരൊന്നും അതിനകത്തില്ലെന്ന് നിധിയും. ഓ അങ്ങനെ എന്നച്ഛൻ പറയേ. വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. മോളെ നീ ആദ്യമായിട്ട് വിളിച്ച സ്ഥിതിക്ക് ഞാൻ വരാണ്ടിരിക്കോ? ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഒരാള് എന്നോട് കൂടെ പോന്നോളാൻ പറയുന്നത്, അത് ഞാൻ വേണ്ടെന്ന് വെക്കോ? നെവർ, ഐ ആം കമ്മിങ്, ഐ ചേഞ്ച് മൈ ഡ്രസ് ആൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ അച്ഛൻ സന്തോഷത്തോടെ പാട്ടും പാടിക്കൊണ്ട് അകത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോവുകയാണ്. ആ കാഴ്ച കണ്ട് എന്താ പാട്ടൊക്കെ പാടി അകത്തേക്ക് എന്ന് സുധീഷും സംശയത്തോടെ സുഭാഷ് ഏട്ടനോടും നികേഷിനോടും ചോദിക്കുന്നുണ്ട്. അങ്ങോട്ടെത്തിയ നിധിയും എന്ത് സന്തോഷത്തിലാ പോകുന്നതെന്നറിയോ, വിളിച്ചാലല്ലേ ഒരാൾ വരുള്ളൂ എന്ന് അറിയാൻ പറ്റൂ, പാവം വരട്ടെ എന്ന് പറയേ. ആ അതെ അതെ വളരെ പാവാ, വരട്ടെ, ഇതെപ്പോഴും പറയണമെന്ന് മാത്രം എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ വർക്ക്ഷോപ്പിൽ ജോലിയിലായിരുന്ന ഹരീഷിന്റെ അരികിലേക്ക് ചന്തവും ടിറ്റോയും എത്തി. ഹരീഷേട്ടാ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം, വരുന്നുണ്ടോ എന്ന് ചോദിക്കേ. എടാ ഇനി അതും പറഞ്ഞ് ചീത്ത കേൾക്കാൻ നിൽക്കണ്ട, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്തു അവനെയും വിളിച്ചോണ്ട് പോവാൻ തുടങ്ങുമ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അടിയുണ്ടാക്കാനുള്ള ആളെത്തിയല്ലോ, ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞവർ പെട്ടെന്ന് ചായ കുടിക്കാനായി പോവുകയാ. നീതു ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് ഒരു സ്റ്റൂൾ എടുത്തിട്ട് അവന്റെ മുന്നിൽ ദേഷ്യത്തോടെ ഇരിക്കുക. ഹരീഷ് അവളെ മൈൻഡ് ചെയ്യാതെ തന്റെ ജോലിയും തുടരുന്നുണ്ട്. അത് കണ്ട് ദേഷ്യത്തോടെ അവളും അവിടെ ഇരുന്ന് എന്തോ സാധനം എടുത്ത് അവനെ അറിയുമ്പോഴേക്കും ഛേ എന്ന് പറഞ്ഞവൻ അവളെ തലയുയർത്തി നോക്കുകയാ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഹരീഷെ, ഞാൻ ഒരാൾ ഇവിടെ വന്നിട്ടും നീ എന്താ ശ്രദ്ധിക്കാത്തെന്ന് അവൾ ചോദിക്കുക. ദേ നോക്ക്, വഴക്കുണ്ടാക്കാനാ വന്നതെങ്കിൽ ദയവ് ചെയ്ത് പോവാൻ നോക്ക്, മനുഷ്യനല്ലെങ്കിൽ തന്നെ പിരിപൊട്ടിയിരിക്കുക എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ, എന്നെ വീട്ടിൽ എത്രമാത്രം തല്ലിയെന്നറിയോ എന്നവൾ പറയേ. എന്തിന് എന്ന് ഹരീഷും. അത് ശരി, അത് നിനക്കറിയില്ല അല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ അടി മുഴുവൻ കൊണ്ടത് എന്നവൾ പറയേ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് ഹരീഷും. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും അടി കൊണ്ടിട്ടും ഇങ്ങനെയാണോ ചോദിക്കുന്നത് എന്നവൾ ചോദിക്കേ.
എന്നാ ഞാൻ പോയി നിന്റെ തന്തയെയും ചേട്ടനെയും തല്ലാം. എന്താ അത് മതിയോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാ ഞാൻ അടി മുഴുവൻ കൊണ്ടത് എന്നവൾ ദേഷ്യത്തോടെ പറയാ. എടി, നിന്റെ വീട്ടുകാർക്ക് വിവരമില്ലാണ്ട് നിന്നെ തല്ലിയതിന് ഞാൻ എന്ത് വേണം? എടി, നിന്റെ വീട്ടുകാരെ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? കേട്ടാ തോന്നും നിങ്ങൾ വലിയ കോടീശ്വരന്മാരും ഞങ്ങൾ തനി അലവലാദികളുമാണെന്ന്. അല്ല, ഞങ്ങൾക്ക് സ്വന്തമായി വീടെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടായിട്ടാ നിന്റെ അച്ഛനും അമ്മയും അവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് എന്നവൻ ചോദിക്കേ. സ്വത്തും പണവും ഒന്നുമല്ല അവരുടെ പ്രശ്നം. നാട്ടുകാർക്കിടയിൽ നിങ്ങളുടെ വീടിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളായെന്ന് നീതു. എടി, ആ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ, എന്നിട്ടും പിന്നെ എന്തിനാ എന്റെ പുറകെ വരാൻ നിന്നത് എന്നവൻ ചോദിക്കേ. ആ കാര്യങ്ങൾ എനിക്ക് പ്രശ്നമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവരത് മനസ്സിൽ വെച്ച് സംസാരിക്കുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് നീതു. എടി, അത് നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിനക്കങ്ങനെ തോന്നിയത്. എന്റെ വീടിനോ വീട്ടുകാർക്കോ ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്കറിയാം. നാട്ടുകാർ പലതും പറയും. അതൊക്കെ വിശ്വസിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയാണോ വേണ്ടത് എന്നവൻ ചോദിക്കേ. ശരി, അവര് വന്ന് വഴക്കുണ്ടാക്കിയത് മാത്രമാണോ കുറ്റം? നീ വന്ന് എന്റെ വീട്ടിൽ ലഹള ഉണ്ടാക്കിയില്ലേ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാ പിന്നെ ഞാൻ നോക്കിയിരിക്കണം എന്നവൻ ചോദിക്കേ. നിന്റെ ചേട്ടൻ അന്ന് വന്ന് പറഞ്ഞതൊക്കെ നീ കേട്ടത്, നിനക്കത് തെറ്റാന്ന് തോന്നിയില്ലല്ലോ എന്നവളും ചോദിക്കുന്നുണ്ട്. എടി, ഇങ്ങോട്ട് വന്ന് ബഹളം വെച്ചപ്പോ അങ്ങോട്ടും ചെയ്തു. അതിനിപ്പോ എന്താ തെറ്റ്? സുഭാഷേട്ടൻ ചിലപ്പോ എല്ലാം കേട്ട് മിണ്ടാതിരുന്നു വരും. പക്ഷേ ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നവൻ പറയേ. നിനക്ക് വേണ്ടി അടി മുഴുവൻ വാങ്ങിയത് ഞാൻ, എന്നിട്ടൊരു ആശ്വാസ വാക്കുപോലും പറയാതെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണോന്ന് അവൾ ചോദിക്കുക. അയ്യോ, നീ ആശ്വാസവെക്കം തേടി വന്നതാണോ? അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് അവര് വന്ന് പറഞ്ഞു പോയതിന്റെ ബാക്കി പറയാനാണെന്നാ എന്നവൻ പരിഹസിക്കുക. നീതവും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരടിച്ചപ്പോഴൊക്കെ ഞാൻ നിന്നെയാ സപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് നീ എന്ന് പറയുമ്പോഴേക്കും ഹരീഷും എഴുന്നേറ്റ്, ദേ നീതു, നീയാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നിന്നോട് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പേരും പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാ സത്യമായിട്ടും എന്റെ കൺട്രോൾ പോവും. എങ്ങനെയാ പെരുമാറുന്ന എനിക്കൊരു പിടിയും ഉണ്ടാവില്ല എന്നവൻ പറയേ. അപ്പൊ നിനക്ക് നിന്റെ വീടിനെ പറ്റിയേ വിചാരമുള്ളൂ, എന്നെ പറ്റി ഒരു കൺസേണും ഇല്ല അല്ലേ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. എടി, എന്റെ വീട്ടുകാരെ നിന്നെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മര്യാദ കെട്ട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കേ. നിനക്കൊരിക്കലും ഞാൻ പറയണത് മനസ്സിലാവില്ല. എപ്പോഴും വീട് വീട്, ഒരു തവണയെങ്കിലും നീ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നവൾ ചോദിക്കേ. എടി, എനിക്ക് എന്റെ വീട് തന്നെയും വലുത്, അല്ലാതെ നിന്റെ വീട്ടുകാരല്ല. ഈ ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും അതെന്റെ വീടും വീട്ടുകാരുമാണ്. അവരെ പറ്റി എന്തു പറഞ്ഞാലും ഞാൻ സഹിക്കില്ലെന്ന് ഹരീഷും തീർത്തു പറയുന്നുണ്ട്. അപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്ത് തല്ല് മുഴുവൻ കൊണ്ട് ഞാൻ നിന്റെ കണ്ണിൽ ആരുമല്ലല്ലേ എന്നവൾ ചോദിക്കേ. എടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? നിന്നെ അടിച്ച നിന്റെ വീട്ടുകാരെ ഞാൻ തിരിച്ചടിക്കണോ? എന്നാ വാ, ഇപ്പൊ തന്നെ പോവാം, വാടി എന്ന് പറഞ്ഞ് അവൻ നടന്നു നീങ്ങി വീണ്ടും തിരിഞ്ഞു നിന്ന്, എന്തേ നീ വരുന്നില്ലേ എന്ന് ചോദിക്കേ. നിന്നോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ പറയണം. നീയും എന്റെ ചേട്ടനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലെന്ന് നീതു പറയുകയാ. ദേ, ആ മരത്തലേനുമായി എന്നെ കമ്പയർ ചെയ്താലുണ്ടല്ലോ അടിച്ച് പല്ല് ഒഴിക്കും ഞാൻ എന്നവൻ പറയേ. അങ്ങനെയാണോ? അവസാനിച്ചു, ഇതോടെ എല്ലാം അവസാനിച്ചു എന്നവളും ദേഷ്യത്തോടെ പറയുകയാ. ആ ആയിക്കോട്ടെ, നല്ലത്, ഇറങ്ങി പോവാ നോക്കടി എന്ന് ഹരീഷും. എടീന്നോ, നീയായിട്ട് എനിക്ക് സെറ്റ് ആവില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവുന്നതാ നല്ലത് എന്നവൾ പറയേ. ആ, എന്ത് കുന്തെങ്കിലും കാണിക്കേ, ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അവൻ ഷോപ്പിനകത്തേക്ക് കയറി പോവുകയാ. നീതവും ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ സുഭാഷും കൂട്ടരും ബീച്ചിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാം കൂടി ഒരിടത്ത് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴേക്കും, ഡാ, നിങ്ങളൊക്കെ കൂടി ഇവിടെ ഇരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവുകയാ. അവരാ ബെഡ്ഷീറ്റേക്ക് ഇരുന്ന് കടലും കണ്ട് കപ്പലണ്ടി കഴിക്കാനായി തുടങ്ങുകയാ. അപ്പോഴാണ് നിധി സുഭാഷേട്ടാ എന്ന് വിളിക്കുന്നത്. എന്താ മോളെ എന്നവൻ ചോദിക്കേ. കടലിൽ ഇറങ്ങിക്കോട്ടെ എന്നവളും. നീന്തൽ അറിയോ എന്നവൻ ചോദിക്കേ. ഇല്ലെന്ന് നിധി. ഇനി എങ്ങാനും തിരവന്ന് കാലി വലിച്ചാലോ എന്നവൻ ചോദിക്കേ. ഇല്ല സുഭാഷേട്ടാ, ഞാൻ അധികം ഇറങ്ങില്ലെന്ന് നിധിയും. ആ, എന്നാ ഇറങ്ങിക്കോ, സുധീഷേ നീ കൂടി ചെല്ല് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, വാ എടുത്തി, ഞാനും കൂടി വരാമെന്ന് നികേഷ് പറയുന്നുണ്ട്. അപ്പൊ സുഭാഷേട്ടൻ വരുന്നില്ലേ എന്ന് നിധി ചോദിക്കേ. ഞാനില്ല എന്ന് സുഭാഷ് പറയേ. വാ സുഭാഷേട്ട എന്ന് നികേഷും വിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ബാഗ് നോക്കിയിരുന്നോളാം, നിങ്ങൾ ചെല്ലുന്നവർ സുഭാഷേട്ടൻ പറയേ. അവരെല്ലാം കൂടി എഴുന്നേറ്റ് പോവുകയാ. ആ സൂക്ഷിക്കണമെന്ന് സുഭാഷേട്ടൻ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും തിരമലയിൽ ആർത്തുല്ലസിച്ച് കളിക്കുമ്പോഴേക്കും, ഈ സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ, ആൾ കൂടി വന്നൂടെ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. വാട നികേഷെ, നമുക്ക് പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുധീഷും നികേഷും കൂടി സുഭാഷിന്റെ അടുത്തേക്ക് ഓടുകയാ. സുഭാഷേട്ടാ വാ എന്നവർ വിളിക്കേ. ഏയ് ഞാനില്ല എന്ന് സുഭാഷും. സുഭാഷേട്ടാ എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് നികേഷ് ചോദിക്കേ. ഞാനില്ലെന്ന് സുഭാഷ് വീണ്ടും. അങ്ങോട്ടെത്തിയ നിധിയും, ഇതിലെന്താ പേടിക്കാനുള്ളത് എന്ന് ചോദിക്കേ. പേടിയല്ല മോളെ എന്ന് സുഭാഷ്. എന്ന വാ എന്ന് നിധി വിളിക്കേ. തൂക്കടാ എന്ന് സുധീഷ് നികേഷിനോടായി പറഞ്ഞ് സുഭാഷേട്ടനെ പിടിക്കാനായി ചെല്ലുമ്പോഴേക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞ് സുഭാഷേട്ടനും എഴുന്നേൽക്കുകയാ. അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് അവർ സുഭാഷേട്ടനെയും കൂട്ടിക്കൊണ്ടു പോവുകയാ. അങ്ങനെ അവർ നാലുപേരും തിരമാലയിൽ ആർത്തുല്ലസിച്ചു കളിക്കുമ്പോഴേക്കും നികേഷും സുഭാഷേട്ടനും തനിച്ചും നിധിയും സുധീഷും തനിച്ചാവുന്നുണ്ട്. നിധിയും സുധീഷും ഒരുമിച്ച് സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നത് കാണേ സുഭാഷും നികേഷിനോടായി പറയുന്നുണ്ട്. എടാ, നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം മാറി നിൽക്കാം, അവര് രണ്ടുപേരും കൂടി കുറച്ചു നേരം ആസ്വദിച്ചോട്ടെ എന്ന്. അവരെ ശ്രദ്ധിച്ച് സന്തോഷത്തോടെ നികേഷും ഓക്കെ പറയുകയാ. സുഭാഷ് നിധിയെ വിളിച്ച്, നിധി, ഞാനും നികേഷും കൂടി ഇപ്പൊ വരാമെന്ന് പറയുക
എങ്ങോട്ടായെന്ന് നിധി ചോദിക്കെ ഇവന് ഒരു തണ്ണിമത്തൻ ജ്യൂസ് വേണം. അത് കേൾക്കെ സുധീഷും സുഭാഷേട്ടാ എനിക്കും കൂടി ഒന്ന് എന്ന് വിളിച്ച് പറയേ അത് സമ്മതിച്ച് സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അവർ പോകുന്നത് നോക്കി സന്തോഷത്തോടെ നിന്ന് സുധീഷും പറയുന്നുണ്ട്, ചേട്ടനും അനിയനും ബുദ്ധിയുണ്ട്, മനഃപൂർവ്വം എന്നെ വിട്ട് മാറി നിൽക്കുക കൊച്ചു കള്ളന്മാര് എന്ന് പറഞ്ഞ് അവിടെ തിരമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് ചെന്ന്, നിധി ഇവിടെ ഇത്തിരി തിര കൂടുതലാ, നമുക്ക് അങ്ങോട്ട് നടന്നാലോ എന്ന് ചോദിക്കേ. അല്ല അവര് എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവര് വന്നോളൂ നീ വായെന്ന് വിളിച്ച് സുധീഷ് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. സുഭാഷും നികേഷും തിരിച്ചെത്തുമ്പോഴേക്കും അവിടെ പാറക്കെട്ടിലിരുന്ന് ബീഡി വലിക്കുകയായിരുന്നു അച്ഛൻ. അത് കണ്ട് സുഭാഷും, അച്ഛാ ഇങ്ങനെ പബ്ലിക് ആയിട്ടാണോ ഇരുന്ന് ബീഡി വലിക്കുന്നത്, വല്ല മറവിലും ചെന്ന് വലിക്കച്ചാ ചെല്ലെന്ന് പറഞ്ഞ് അവൻ നികേഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അച്ഛനും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ആ ബീച്ചിലൂടെ നിധിയെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ ഇങ്ങനെ കുറെ ദൂരം നടക്കാൻ തോന്നുന്നല്ലേ എന്ന് സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്. നിധിയുടെ കാലിലെന്തോ തറയ്ക്കുമ്പോഴേക്കും സുധീഷ് അതെടുത്തു മാറ്റി. ഇങ്ങനെ പേടിക്കല്ലെന്ന് പറഞ്ഞ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നടത്തുകയാ. പാറക്കെട്ടിലൂടെ നടന്ന് അങ്ങോട്ടെത്തുന്ന അച്ഛനും നിധിയും സുധീഷും ഒരുമിച്ച് നടന്നു വരുന്നത് കാണേ തന്റെ കയ്യിലുണ്ടായിരുന്ന ബീഡിയെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന്, ആ നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ എന്ന് ചോദിക്കേ. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ദേഷ്യത്തോടെ സുധീഷും മനസ്സിൽ പിറുപിറുക്കുകയാ. ഭാസ്കരൻ നിധിയോടായി, മോളെ ഈ തീരത്ത് നിൽക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കരുത്, നമ്മൾ അല്പം കാലിങ്ങനെ അകത്തി ചെരിഞ്ഞു നിൽക്കണം, അല്ലെങ്കിലേ കാലിനടിയിലെ മണലൊലിച്ചു പോയി ബാലൻസ് തെറ്റി നമ്മൾ വീഴും. പല അപകടങ്ങളും ഉണ്ടാവുന്നത് അങ്ങനെയാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് തിരമാലടിക്കുമ്പോൾ വീഴാതെ നിൽക്കുന്നത് നിധിക്ക് കാണിച്ചു കൊടുക്കുകയാ. കണ്ടോ നല്ല ബാലൻസ് കിട്ടും എന്ന് അച്ഛൻ പറയേ. ഇങ്ങരുടെ ഒടുക്കത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ വേറെ വല്ലയിടത്തും പോയി കാണിച്ചൂടെ എന്ന് ദേഷ്യത്തോടെ അവൻ മനസ്സിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കടൽ തീരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ മാണ്ഡി ബീച്ചാണ്. ഓ സൂപ്പറാ, പിന്നെ ചെന്നൈയിലെ മറീന ബീച്ചും എന്നച്ഛൻ പറയേ. അപ്പോ ബോംബെയിലെ ജുഹുവോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഓ അത് വെറും ഗുഹു എന്നച്ഛൻ പറയുന്നത് കേൾക്കെ നിധിയും പൊട്ടിച്ചിരിക്കുക. സുധീഷും ദേഷ്യത്തോടെ, ഓ കിളവന്റെ ഒരു പാരട്ട തമാശയും കൊണ്ട് വരാൻ കണ്ട നേരം എന്ന് മനസ്സിൽ പറഞ്ഞവൻ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടെത്തുന്ന നികേഷും സുഭാഷും ആ കാഴ്ച കാണുന്നത്. സുഭാഷേട്ടാ അതേ നോക്കിയേ എന്ന് നികേഷ് കാണിച്ചു കൊടുക്കേ. സുഭാഷും അത് ശ്രദ്ധിക്കുക. അവരെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇതേ നോക്കിയേ. സുഭാഷേട്ടൻ പോയിട്ട് അങ്ങേരിങ്ങ് വലിക്കുന്ന നികേഷ് പറയേ. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങോട്ട് പോവുകയാ. അപ്പോഴും അച്ഛൻ അവിടെ വേറെ ബീച്ചിനെ പറ്റി വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സുഭാഷ് അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കേ. എന്താ നീ കാര്യം പറയുന്ന അച്ഛനും, എനിക്കൊരു കാര്യം പറയാനുണ്ട് വാ എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ വിളിക്കേ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ സുഭാഷിന്റെ കൂടെ പോവുകയാ. അത് കണ്ട് സുധീഷും സന്തോഷത്തോടെ താങ്ക് യു സുഭാഷേട്ടാ എന്ന് മനസ്സിൽ പറഞ്ഞ് നിധിയെ വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുകയാ. സുഭാഷ് അച്ഛനെ കരയിലേക്ക് കൊണ്ടുവന്ന്, അച്ഛൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കേ എന്ന് പറയേ. നീ എന്തിനാടാ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നച്ഛാ അവരവിടെ എന്തെങ്കിലും തനിച്ച് സംസാരിച്ചോട്ടെന്ന് വിചാരിച്ചാ അവരെ ഒറ്റയ്ക്ക് വിട്ടത്, അപ്പൊ എന്തിനാ അവരുടെ ഇടയിൽ പോയി കരടാവുന്നേന്ന് സുഭാഷ് ചോദിക്കുക. കരടാവുന്നോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ കരടായതുകൊണ്ടാണല്ലോ അവർക്ക് മിണ്ടാൻ പോലും അവസരം കിട്ടാത്തത്. വീട്ടിൽ പോലും അധികം സംസാരിക്കാത്തവരെ ബീച്ചിൽ വന്നാൽ സംസാരിക്കുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ എന്തൊക്കെ ഇടയിൽ പറയുന്നത്? പോടാ എന്നച്ഛൻ പറയേ. സുഭാഷ് അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാ. തന്തക്കിട്ട അവന്റെ ഉപദേശം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അച്ഛനും അവിടുന്ന് കയറി പോകുന്നുണ്ട്. അവിടെ നടക്കുന്നതിനിടയിൽ സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് ഇരുന്നാലോന്ന്. അവരൊക്കെ ബാക്കിലല്ലേ, തിരിച്ചു പോണ്ടേ എന്ന് നിധിയും. ഈ മണലിൽ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ക്ഷീണം, ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോവാം പ്ലീസ് എന്നവൻ പറയേ. ഓക്കെ എന്ന് നിധിയും സമ്മതിക്കുക. അങ്ങനെ അവൻ നിധിയെയും വിളിച്ച് ഒരിടത്ത് ചെന്നിരിക്കുക. അപ്പോഴാണ് സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് നോക്കേ. അയ്യോ നീ നോക്കിയേ, നമ്മുടെ ഇന്റർവ്യൂ നീലക്കുറിഞ്ഞി ചാനലിലെ എന്ന് പറയേ. ഇന്റർവ്യൂവോ എന്ന സംശയത്തോടെ നിധിയും. അന്ന് ഡിവോഴ്സിന്റെ കാര്യം അന്വേഷിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിൽ വെച്ച് നീലക്കുറിഞ്ഞി ചാനലിൽ ചോദിച്ചത് ഓർമ്മയില്ലേ എന്നവൻ ഓർമ്മിപ്പിക്കേ. ആ അത് വന്നോ എന്ന് നിധിയും. ദേ നോക്കിയേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് വ്യൂവേഴ്സ് കണ്ടോ 1 മില്യൺ അടിച്ചു എന്നവൻ സന്തോഷത്തോടെ പറയേ. കുറെ കമന്റ്സും ഉണ്ടല്ലോ എന്ന് നിധിയും. ആ നോക്കാം എന്ന് പറഞ്ഞ് അവനത് വായിച്ചു നോക്കുക. ദേ ബെസ്റ്റ് കപ്പിൾ, ബ്യൂട്ടിഫുൾ കപ്പിൾ, അടുത്തത് ഭാര്യയും ഭർത്താവുമായാൽ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന്. സുധീഷ് ആണല്ലോ കിടോ, ഭാര്യയെപ്പറ്റി എല്ലാം അറിയാമല്ലോ. എന്തൊക്കെ പറയുന്നല്ലേ എന്നവൻ സന്തോഷത്തോടെ ചിരിയോടെ പറയും. നിധിയും ചിരിക്കുന്നതുകൊണ്ട് എന്താ ചിരിക്കണേ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഏയ് ഇതിൽ കമന്റ് ഇടുന്നവരുടെ വിചാരം ഇത് മുഴുവൻ ശരിയാണെന്നല്ലേ, പാവങ്ങളല്ലേ, നമുക്കിടയിൽ ഒന്നുമില്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷിനും ആകെ വല്ലാതാവുകയാണ്. സുഭാഷ് വഴക്കു പറഞ്ഞൊടിച്ച അച്ഛനും കടൽ കരയിലൂടെ നടന്ന് ചെറിയൊരു തെങ്ങിൻ തോപ്പിലൂടെ നടക്കുമ്പോഴേക്കും നിലത്ത് കിടക്കായിരുന്ന ഒരു ബിയർ കുപ്പി കണ്ട്, ബിയർ കുടിച്ചിട്ട് കുപ്പി എടുത്ത് മാറ്റിയില്ലേ എന്ന് പിറുപിറുത്ത് ആ കുപ്പിയെടുത്ത് ആ തെങ്ങിൻ ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞ്, കൂടുതൽ മിണ്ടാൻ പാടില്ല, കൂടെ പോയി നിൽക്കാൻ പാടില്ല, എവിടെങ്കിലും ഒരിടത്ത് മാറിയിരുന്നോണം, വീട്ടിലോ പട്ടിയെ പോലെ പുറത്ത് കാവല് കിടക്കുക, എവിടെയും അങ്ങനെ തന്നെ വേണോ എന്ന് പറഞ്ഞ് ആ തണലിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഒരു തമിഴൻ അങ്ങോട്ട് വന്ന്, സാർ തനിയെ ഇരിക്കുന്നതിനാൽ കേൾക്കറേൻ കുടിപ്പിങ്കലാ എന്ന് ചോദിക്കേ. എന്തോന്ന് കുടിപ്പിങ്കലാന്ന് എന്ന് ഭാസ്കർ. இந்த பக்கத்துல பிவரேஜஸ் கிடையாது, ஆனா சரக்கு எந்த பக்கத்தில் இருக்கு, குவார்ட்டர் 200 வேணுமா
എന്നയാൾ തൻ്റെ കയ്യിലുള്ള കവറിലേക്ക് നോക്കി ചോദിക്കേ, ബ്രാൻഡിയോ വിസ്കിയോ എന്ന് ഭാസ്കരനും. റമ്മാണ് സാർ, നല്ല ഇരിക്കും എന്നയാൾ പറയേ, കൊട് എന്ന് ഭാസ്കരനും. 200 രൂപ എന്ന് പറഞ്ഞയാൾ കൊടുക്കേ, ദാ 150 ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാസ്കരനും അത് വാങ്ങിക്കുക. ശരി സാർ എന്ന് പറഞ്ഞ് അയാളും സന്തോഷത്തോടെ കടവുളേന്ന് വിളിച്ച് അവിടുന്ന് പോവുകയാണ്. ഭാസ്കരനും ആ കുപ്പി നോക്കി, ഹാപ്പിനെസ് അതാണ് പ്രധാനം എന്ന് പറഞ്ഞ് ആ കുപ്പി പൊട്ടിക്കാനായി തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നൊരു പോലീസുകാരൻ ഒരു വടി കൊണ്ട് ഭാസ്കരന്റെ തോളത്ത് തട്ടുന്നത്. ഭാസ്കരൻ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തൻ്റെ ചുറ്റിലും നിൽക്കുന്ന 2 പോലീസുകാരെ കണ്ട് ആകെ പെട്ടിരിക്കുന്ന ഭാസ്കരനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീട്ടിലെത്തിയ നികേഷും കൂട്ടരും ബീച്ചിൽ വെച്ച് അച്ഛൻ കള്ളു കുടിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനെ ചോദ്യം ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.